ഇൻട്രോ പറഞ്ഞോ ചക്കപ്പഴത്തിൻ്റെ ചക്കപ്പായസത്തിൻ്റെ ഇൻട്രോ പറഞ്ഞോ സമയമില്ല വേഗം. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ചക്കപ്രഥമന്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ വരില്ല എന്തൊരു ചേച്ചി ഇൻട്രോ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കണമെന്ന്. ഞാനിപ്പോൾ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചക്കപ്രഥമനും പപ്പടവും പഴവും എല്ലാം കൂടി കണ്ടിട്ട് കുഴച്ചിരിക്കുന്ന ഒരു സമയത്താണ് ചേട്ടൻ പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ ഇൻട്രോ എടുത്തോളം പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓണായിട്ടില്ലല്ലോ, ഓണാവാൻ ഇനി സമയമുണ്ട്. പക്ഷെ എനിക്കിപ്പോ 2-3 ദിവസത്തിന് മുമ്പ് ലുലുവിൽ നിന്ന് ചക്ക കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓണം വരുന്നേക്കാളും മുൻപായിട്ട് നമുക്ക് ചക്കപ്രഥമയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നമ്മുടെ വീണസ് കഥകളിൽ ഒരുവിധപ്പെട്ട എല്ലാ ഓണവിഭവങ്ങളും ഓൾറെഡി റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം, നിങ്ങളത് നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഇപ്പോൾ കുറെ കുട്ടികൾ ഇപ്പൊ തന്നെ സദ്യ ഉണ്ടാക്കി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ട്രയലായിട്ട്. അപ്പൊ അതുപോലുള്ള കുട്ടികൾക്കൊക്കെ അത് ഉപകാരപ്പെടും. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ചും ചക്കപ്രഥമം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചക്ക വരട്ടി വെച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ചക്ക വരട്ടിയത് വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. പക്ഷെ ഇന്ന് ചെയ്തിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ചക്ക വെച്ചിട്ടുള്ള പായസമാണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിനു ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ ഒട്ടും താമസിച്ചത് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായിട്ടുള്ള ചക്കപ്രഥമൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള പായസം, ചക്ക പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഴുത്ത ചക്കയാണ്. ഈ ചക്ക പായസം നമുക്ക് 2 തരത്തിൽ ഉണ്ടാക്കാം. ഫ്രഷ് ആയിട്ടുള്ള ചക്ക ഉപയോഗിച്ചിട്ട്, അതായത് നല്ല പഴുത്ത ചക്ക ഉപയോഗിച്ചിട്ടും ചെയ്യാം. നമ്മൾ ചക്ക വരട്ടി വെച്ചിരിക്കുന്നത് വെച്ചിട്ടും പായസം ഉണ്ടാക്കാം. ഞാനിവിടെ ഇപ്പോൾ നമ്മളെ കുക്ക് ചെയ്യാത്ത ചക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ലുലുന്ന് നല്ല ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, അവർ ചക്ക കൊടുത്തു വിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഫ്രീസറിലെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നാട്ടിൽ പോകാൻ പറ്റിയില്ലല്ലോ ഇപ്രാവശ്യം, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കാണിക്കണ്ടേ. അപ്പം മിക്കവരുടെ വീട്ടിലും ഇപ്പോൾ ചക്ക, നാട്ടിലാവുമ്പോൾ പ്രത്യേകിച്ചും ചക്ക വരട്ടി വെച്ചിട്ടുണ്ടാവും അല്ലേ, ചക്ക പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ചിട്ടും ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു 40 ചുളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ചക്ക പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചക്കപ്പഴം കണ്ടിട്ട് ഇപ്പോൾ എത്ര പേരെ വായിൽ വെള്ളം വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ചക്കയായിരുന്നു കേട്ടോ അത്. ഞാനിങ്ങനെ കുറച്ച് കഴിച്ചു, ബാക്കി ഇങ്ങനെ എടുത്തു വെച്ചു. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കണ്ടേ. അപ്പോൾ പിന്നെ കൊതി സഹിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പോട്ടെ. അപ്പോൾ കൂഴച്ചക്ക വെച്ചിട്ട്, അതായത് പഴച്ചക്ക വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ പഴച്ചക്ക എന്നാണ് പറയുക. അതേസമയം ചിലർ കൂഴച്ചക്ക എന്ന് പറയും. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയിൽ ഇത് വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്ക വെച്ചിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ പായസം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ചുളേനെയും നമുക്ക് വളരെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് ആദ്യം തന്നെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുക്കറിൽ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതിനുശേഷം അത് അരച്ചെടുക്കണം. അതിനുശേഷമാണ് പായസം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം. ചോപ്പിംഗ് ബോർഡ് ഉപയോഗിച്ചോളൂ കേട്ടോ. എനിക്ക് പിന്നെ കൈ വെച്ചിട്ട് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. 40 ചുള ചക്കയും ഇതേപോലെ തന്നെ മുറിക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു ചുള ഞാൻ കഴിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ കൊതി തന്നെ ഇതിന് തട്ടും. അപ്പോൾ നമ്മുടെ ചക്കപ്പഴം ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് കുറേ നേരം മുമ്പ് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐസൊക്കെ പോയതിന് ശേഷമാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു 3 ദിവസമായി ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ട്. നിങ്ങൾക്ക് കുറേ ദിവസം ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും. ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ, ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായിപ്പോൾ ഒരു പുളി ടേസ്റ്റ് വരും. കൂടുതൽ ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫ്രീസറിൽ തന്നെ വെക്കണം. ഞാനിപ്പോൾ 2 സിബ്ലോ കവറിലായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ 40 ചുള എന്ന് പറയുമ്പോൾ ഓരോ ചക്ക അനുസരിച്ച് മാറ്റം വരില്ലേ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ചക്കപ്പഴം മാത്രം ഞാൻ അതിന് കുരുവെല്ലാം കളഞ്ഞ് അതിന് ശേഷം ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ 1 കിലോ ആണ് കേട്ടോ. അപ്പോൾ ഇത് 1 കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇനി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കപ്പഴം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു കുക്കർ പല ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കില്ലേ. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരുപാട് കുക്കറൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കാനും അല്ലെങ്കിൽ വെജിറ്റേറിയൻ കറികൾ ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനും ഒക്കെ ഒരു കുക്കറായിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുക്കറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതിൽ എന്തെങ്കിലും കറിയുടെയൊക്കെ സ്മെല്ലുണ്ടെങ്കിൽ അത് ഒഴിവാക്കി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമ്മുടെ പായസത്തിന് വേറൊരു ടേസ്റ്റും സ്മെല്ലൊക്കെ വരും. അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അതിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് സാധാരണ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. അപ്പോഴേക്കും നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അതിനുശേഷം അതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ചക്ക കണ്ടില്ലേ, നന്നായി കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ ചൂടെല്ലാം ആറിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ തുറന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സിയിൽ അരച്ചതിന് ശേഷം കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ചക്ക നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും പിന്നെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് പായസം തയ്യാറാക്കാൻ തുടങ്ങാം. പായസം റെഡിയാക്കാൻ തുടങ്ങുന്നതിനേക്കാൾ മുൻപായിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ റെഡിയാക്കി വെക്കണം. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാൻ എന്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ഇവിടെ ഞാൻ
ശർക്കരപ്പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ശർക്കര ഞാനിപ്പോൾ ഇതേ സൈസിലുള്ള 7 അച്ചി ശർക്കരയാണ് ഉരുക്കി വെച്ചിരിക്കുന്നത്. വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 350 ഗ്രാം. അപ്പോൾ ആദ്യം തന്നെ മൊത്തത്തിൽ ഒഴിക്കേണ്ട നമുക്ക് ഒരു 1/4 ഭാഗം ഒഴിച്ച് നോക്കാം. മധുരം പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് ശർക്കര നീര് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മധുരം കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ശർക്കര നീരിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തുക. അപ്പോൾ 350 ഗ്രാം ശർക്കര, അതായത് 7 കട്ട ശർക്കര ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഉരുക്കിയതിന് ശേഷം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലുള്ള മണ്ണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിപ്പോകാനാണ് അരിക്കാൻ പറയുന്നത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 ടൈപ്പ് പാലാണ്, 1-ാം പാലും 2-ാം പാലും. തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്, പശുവും പാലല്ല. അപ്പോൾ 3-ാം പാല് ഞാൻ എടുക്കാറില്ല. ഇപ്പോൾ ഈയിടെ ആയിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ 3 പാലെടുക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ 2 പാല് വെച്ചിട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാനിവിടെ 3 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് കിട്ടുന്ന 3 തേങ്ങ എന്ന് പറഞ്ഞാൽ 6 ബോക്സ് തേങ്ങ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തു. റൂം ടെമ്പറേച്ചറിലോട്ട് മാറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സിയിൽ അടിച്ചു പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പാലാണിത്. ഇത് 1.25 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 5 ഗ്ലാസ് 2-ാം പാല്. അത് നമുക്ക് ആദ്യമേ തന്നെ എടുത്ത് അരിച്ചു മാറ്റി വെക്കണം. എപ്പോഴും അരിക്കുമ്പോൾ നൈസായിട്ടുള്ള അരിപ്പ് ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ ജ്യൂസിൻ്റെ അരിപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെ അംശങ്ങളൊക്കെ അതിലോട്ട് വരും. അപ്പോൾ പായസം ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നും. ഞാൻ എങ്ങനെയാണ് തേങ്ങാപ്പാൽ റെഡിയാക്കാന്നുള്ള വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സിന് വേണമെങ്കിൽ അത് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പാല് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ കിസ്മിസ്, കുറച്ച് തേങ്ങാക്കൊത്തും എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. നെയ്യിലാണ് വറുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിലേക്ക് ചൗവരി, അതായത് സാഗോ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസോളം സാഗോ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുക. എന്നിട്ട് നമുക്ക് പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ സാഗോ ഉപയോഗിക്കുന്നില്ല. ചില സമയത്ത് ഞാൻ ഇടാറുണ്ട് സാഗോ ഈ പായസത്തിലോട്ട് ഇന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും ഞാൻ നമ്മുടെ നേന്ത്രപ്പഴം പായസമില്ലേ, അപ്പോഴൊക്കെയാണ് സാഗോ ആഡ് ചെയ്യാറുള്ളത്. ചക്കപ്രഥമനിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിനി പായസം റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവട്ടെ. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ തീ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെയ്യ് നന്നായി ഉരുകിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചക്കയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം അത്യാവശ്യം സമയം എടുത്തിട്ട് ഒരു 15 മിനിറ്റോളം ഇത് വരട്ടിയെടുക്കണം. നന്നായിട്ട് ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശം മുഴുവനും പോകണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചക്ക വരട്ടിയതാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യം തന്നെ ഇതിലോട്ട് ശർക്കരപ്പാനി ഒഴിക്കുക. അതിനുശേഷം ചക്ക ഇതിലിട്ടിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. അത് വെള്ളം പോലെ ആക്കി എടുക്കുക. അത് കട്ടം കുടഞ്ഞതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ശർക്കരപ്പാനിയുടെ അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ചക്ക വരട്ടി വെച്ചിരിക്കുന്നതിൽ അത്യാവശ്യം നല്ലോണം മധുരം ഉണ്ടാവും. അപ്പോൾ കുറച്ച് മാത്രം ശർക്കരപ്പാനി മതിയാവും കേട്ടോ. അതനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. ഞാനിപ്പോൾ സാധാരണ രീതിയിലാണ് പായസം ഉണ്ടാക്കണമെന്ന് മാത്രം. ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്, എപ്പോഴും ശ്രദ്ധിക്കണേ. ഇവിടുത്തെ പൊട്ടിത്തെറികൾക്കൊക്കെ ശേഷം ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറേ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി എന്ന് പറയുമ്പോൾ മുഴുവനും ഒഴിക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇതൊരു കുറച്ച് ഭാഗം മാത്രം ബാക്കി വയ്ക്കുക. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം. ആഹാ, എന്താ കളറ്. അപ്പോൾ ആദ്യം തന്നെ ഈ ശർക്കരപ്പാനി ഒഴിച്ചിട്ടും ഒരു 10 മിനിറ്റോളം ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ശർക്കര ഒഴിച്ച് കൊടുത്തിട്ടൊരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ 5 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം അത് നന്നായിട്ട് കുറുകി വരുന്ന വരെ വറ്റിച്ചെടുക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് പതുക്കെ ഇളക്കി യോജിപ്പിക്കുക. സൈഡിൽ നിന്നൊക്കെ എടുത്തോളൂ. സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ നമ്മൾ തീ ഇട്ടേക്കുന്നത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒന്ന് കട്ടിയാവുന്ന വരെ ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പായസം നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. ഇച്ചിരിയും കൂടെ നന്നായി വറ്റണം. അവസാനം ആണ് നമ്മൾ കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വറ്റിയാൽ മാത്രമാണ് പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഇളക്കിയിട്ടില്ലെങ്കിൽ എന്താ പറയുക, 2-ാം പാലും 3-ാം പാലും ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത്. പിരിയൊന്നുമില്ല, എന്നാലും ഇളക്കി കൊടുത്തോളൂ. പായസം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ പായസങ്ങൾ തേങ്ങാപ്പാൽ ചേർത്തുള്ള പായസം ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. പക്ഷേ ടേസ്റ്റ് കോംപ്രമൈസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ചും ചക്ക പായസത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതൊന്നും കൂടെ വറ്റട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ പായസം വറ്റിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ, വറ്റിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൈയൊക്കെ മസിൽ വന്നു തോന്നുന്നു. കൈയിനൊക്കെ ഒരു 10 ദിവസം പായസം അടുപ്പിച്ചുണ്ടാക്കിയാൽ മതി, കൈയിലൊക്കെ നല്ല മസിൽ വന്നോളൂ.
ഈ പായസം ഇരിക്കും തോറും തിക്നെസ് കൂടും. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അല്പം കൂടിയിട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിലുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അത് 1-ാം പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മധുരം നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാലും മുഴുവനും മനസ്സിലാവില്ല. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. തിക്നെസ് കണ്ട ഇതിലിപ്പോൾ ഇങ്ങനെ അതിലിങ്ങനെ പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. കയ്യിൽ നമ്മുടെ ആ തവി നോക്കുമ്പോൾ അതിലിങ്ങനെ പിടിച്ചിരിക്കണം, അതാണ് ഒരു തിക്നെസ് കേട്ടോ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 1-ാം പാലാണ്. അപ്പോൾ ഞാൻ പാലിലോട്ട് കുറച്ച് നമ്മളെ കട്ടി തേങ്ങാപ്പാലാണിത്, അതിലോട്ട് നമുക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടി, അതായത് 1/4 ടീസ്പൂണൊക്കെ മതി കേട്ടോ, ഒരുപാട് വേണ്ട. അത് ചേർത്ത് കൊടുക്കാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ ചുക്കിൻ്റെ പൊടിയാണ്. ചുക്കിൻ്റെ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ജിഞ്ചർ പൗഡർ, നമ്മുടെ ഇഞ്ചി ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ് ചുക്കുപൊടി എന്ന് പറയുന്നത്. അത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. ഇതിപ്പോൾ ഞാൻ ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഏലക്കപ്പൊടി താല്പര്യമെങ്കിൽ ഏലക്കപ്പൊടി ഒഴിവാക്കുക കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല കളറായിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ 1-ാം പാല് കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് കേട്ടോ. ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുക. ആഹാ, ഓണം അടുത്തെത്തിയ പോലെയായി അല്ലേ. ഓണത്തിന് സമയമുണ്ട്. കാരണം നേരത്തെ തന്നെ റെസിപ്പീസ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ലാസ്റ്റ് മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് ആർക്കും അതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ സാധനങ്ങളൊക്കെ അടുപ്പിച്ച് ഓണത്തിന് അടിച്ച് പൊളിച്ചിട്ട് റെസിപ്പീസൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നീ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പും കാര്യങ്ങളൊക്കെ ചേർക്കുന്നതിനേക്കാളും മുൻപായിട്ട് അവന് കുറച്ച് പായസം മാറ്റി വെക്കണമെന്ന്. ഇനി ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട്, അതായത് മധുരം കുറവാന്ന് തോന്നുകയാണെങ്കിൽ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൽ അല്പം ഉപ്പ് ചേർക്കാൻ മറക്കരുത്, അപ്പോഴാണ് ആ പായസത്തിൻ്റെ കറക്റ്റ് ആ മധുരം ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉപ്പ് എന്ന് പറയുന്നത് ഒരുപാടല്ല, ഒരു 2 നുള്ളു മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും പായസം പിരിയില്ല. അത് ഇച്ചിരി ചേർത്ത് കൊടുത്താൽ പിരിയില്ല, പക്ഷെ ഒരുപാട് ചേർത്ത് കൊടുത്താൽ പായസം കുടിക്കാനും പറ്റില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. ഞാനിത് ഓഫ് ചെയ്യാൻ കേട്ടോ. ഈ പാല് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ പായസം പിരിഞ്ഞു പോകും. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാനിതിൻ്റെ രുചി നോക്കട്ടെ. എനിക്ക് കറക്റ്റ് മധുരമാണ് കേട്ടോ. അതായത് കണക്ക് പറയാന്നുണ്ടെങ്കിൽ 300 ഗ്രാം ശർക്കര, അതായത് 6 കട്ട ശർക്കര മാത്രമേ ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. കുറച്ച് ശർക്കര പാനി നമ്മളതിൽ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രുചി നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ മധുരം അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അവയ്ക്ക് ഒരു ഗ്ലാസ് പായസം മാറ്റി വെക്കട്ടെ. അതിന് ശേഷം ഇതിലോട്ട് ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നാളികേരക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ് ഞാൻ. ഇതൊരു 6 ഗ്ലാസ് 7 ഗ്ലാസ് പായസം ഉണ്ടാവുള്ളൂ. ഞാൻ ചെറിയൊരു അളവിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ, കാരണം എനിക്ക് ചക്ക അത്രേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുന്തിരി ചേർത്ത് കൊടുക്കുക. നെയ്യിൽ വറുത്തിട്ടുള്ള മുന്തിരിയാണ്. അതേപോലെ തന്നെ തേങ്ങക്കൊത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്താണ് കുറവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ട് ഇടാൻ മറക്കരുത്. ഇപ്പോൾ ചുക്കുപൊടിയൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചുക്കുപൊടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടി വേണമെന്നുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. കണ്ട ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. കുറച്ച് തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും. അതുകൊണ്ട് ഒരുപാട് കട്ടിയാവാൻ നിൽക്കരുത് നമ്മുടെ പായസം. അതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയുള്ള പരിപാടി, നമ്മൾ സൂപ്പർ ടേസ്റ്റി ഈസി ആയിട്ടുള്ള ചക്കപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതായത് ചക്കയുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഈ പായസം റെഡിയാവാൻ മൊത്തത്തിൽ എനിക്ക് 45 മിനിറ്റാണ് സമയം എടുത്തത് കേട്ടോ, എല്ലാം കൂടിയിട്ട്. അതായത് കുക്കിംഗ് ടൈമാണ് ഞാൻ പറയുന്നത്. 45 മിനിറ്റ് കൊണ്ട് എനിക്ക് പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പായസമൊക്കെ ഇരുന്ന് കുറേ നേരം കഴിയുമ്പോൾ ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ച് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പറയുക, കിസ്മിസിൻ്റെ ആളാണ് ചേട്ടൻ. എനിക്ക് കിസ്മിസ് അത്ര ഇഷ്ടമല്ല, എനിക്ക് അണ്ടിപ്പരിപ്പ് മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഒരു വായ സൂപ്പ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. മധുരം കൂടുതലും അല്ല കുറവുമല്ല. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മുടെ ഓണത്തിന് ചക്ക വരെയുള്ളവരെല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ പായസവും ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീണാസ് കറികളിൽ. അപ്പോൾ പ്ലേലിസ്റ്റ്, ഓണത്തിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഇതിൻ്റെ താഴെ തരാം. നിങ്ങളുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഓണ വിഭവങ്ങളും അതിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര ഉപകാരമായിരിക്കും. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്താന്ന് മനസ്സിലായ? പഴം, ചക്ക, പപ്പടം. ചക്കപ്രഥമനും പപ്പടവും പഴവും. എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടം. ജാനല്ല, അമ്മയ്ക്കാണല്ലേ ഭയങ്കര ഇഷ്ടം. പപ്പടം അത്ര ഗുണമില്ല. പപ്പടവും പഴവും കൂടെ ഇങ്ങനെ കൂട്ടി കുഴച്ച് ഇങ്ങനെ വിരലിൻ്റെ ഉള്ളിൽ കൂടി തുറപ്പിച്ചിട്ട് ഇങ്ങനെ നക്കി. ഭയങ്കര ടേസ്റ്റ് അല്ലേ? ഭയങ്കര ടേസ്റ്റ്.
അതിൻ്റെ കൂടത്തിൽ അച്ചാറും. അച്ചാറ് വേണേ. അച്ചാറ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ. പാലട പ്രഥമന്റെ കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ട്, ചക്കപ്രഥമന്റെ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ കഴിച്ചു നോക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ പപ്പടം ഉണ്ടാവില്ലേ? ഞങ്ങളുടെ വീട്ടിൽ അത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പപ്പടം വല്ലപ്പോഴും ഉണ്ടാക്കുക, വാങ്ങിക്കാറില്ല കേട്ടോ. വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കാലിയാവും. വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ പപ്പടം വറുത്ത് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ ഓണത്തിനും വിഷുവിനൊക്കെ ഞാൻ പപ്പടം വാങ്ങിക്കാറുള്ളൂ. അല്ലെങ്കിൽ നാട്ടിൽ നിന്നും ഗിരിജ ചേച്ചിയുടെ പപ്പടം വാങ്ങിച്ചിട്ട് വരുമ്പോൾ അങ്ങനെ. ഇപ്രാവശ്യം ഗിരിജ ചേച്ചിയുടെ പപ്പടം വാങ്ങിക്കാൻ പറ്റിയില്ല നമുക്ക്. അതിന് നല്ല പപ്പടം കിട്ടിയില്ല. അതുകൊണ്ട് അതിൽ ചുക്കി ചുളിച്ച പപ്പടമാണ് അതൊക്കെ ഉള്ളത് കൊണ്ട് ഓണം പോലെ.